അവൻ്റെ ഹൃദയത്തിനകത്ത് കടന്നുപോയ വേദനകൾക്ക് പരിഹാരമായി. വരും ദിവസങ്ങളിൽ ദൈവസഭയിൽ ആരാധിക്കുന്ന സമൂഹം അനുഭവിക്കുന്ന സകല വേദനകൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമായി സ്വർഗം മറനീക്കി പുറത്തു കൊടുത്ത പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒരു ഭക്തന്റെ ഹൃദയം ആവേശം കൊണ്ട് നിറയുന്നു. ഈ മണ്ണിൽ ഒരു വ്യക്തിയല്ല എൻ്റെ അവസാനം തീരുമാനിക്കുന്നത്. കാരണം ഞാൻ ആൽഫയാകുന്നു, ഞാൻ ഒമേഗയാകുന്നു, ഞാൻ ആദ്യനാകുന്നു, ഞാൻ അന്ത്യനാകുന്നു, ഞാൻ ഇരുന്നവനാകുന്നു, ഞാൻ ഇരിക്കുന്നവനാകുന്നു, ഞാൻ വരുന്നവനാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. പിശാചേ, ലോകമേ, നിങ്ങൾ പറയുന്ന സകല മരണഭീതിയുടെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന ആത്മീക സന്ദേശം യോഹന്നാൻ എന്ന വന്യവയോധികനെ കരുത്തുള്ളവനാക്കി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഭക്തന്മാരും ആത്മാവിൽ ആവേശത്തോടെ പറയുന്നു, ഒരു ചക്രവർത്തിയല്ല, ഒരു രാജ്യമല്ല, ഒരു നിയമമല്ല എൻ്റെ അന്ത്യം തീരുമാനിക്കുന്നത്, എൻ്റെ അവസാനം തീരുമാനിക്കുന്നത് എൻ്റെ ആരംഭം കണ്ടവനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും? എൻ്റെ ശുശ്രൂഷയുടെ ഭാവി, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി, എൻ്റെ സഭയുടെ ഭാവി, എൻ്റെ ജീവിതയാത്രയുടെ ഭാവി തീരുമാനിക്കുന്നത് എഴുതി വെച്ച പ്രമാണങ്ങളോ അല്ലെങ്കിൽ ആൾക്കൂട്ടം ചേർന്നോ നിയമങ്ങൾ ഉണ്ടാക്കിയോ അല്ല തീരുമാനിക്കേണ്ടത്. എന്നെ കണ്ടവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ എൻ്റെ അവസാനം എവിടെയാണെന്ന് ദൈവം തീരുമാനിച്ചുകൊള്ളും. ഹല്ലേലൂയ. പത്മോസിൽ വീശിയടിക്കുന്ന കാറ്റിനോ തണുത്തുറഞ്ഞ ഈജിയൻ കടലിനോ ചുറ്റും അലറി വിളിക്കുന്ന കാട്ടുമൃഗങ്ങൾക്കോ ഇഴയുന്ന സർപ്പങ്ങൾക്കോ ഒന്നും എൻ്റെ ഭാവിക്കൊരു ഭീഷണിയല്ല. കാരണം യോഹന്നാൻ്റെ തോളിൽ കരം വെച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഐ എം ദ ബിഗിനിങ് ആൻഡ് ഐ എം ദ എൻഡ്. ഞാനാണ് തുടങ്ങിയതെങ്കിൽ ഞാൻ അവസാനിപ്പിച്ചോളാം.